റാഷിദ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഈ വിവാദമുണ്ടായ സമയത്ത് ഇദ്ദേഹത്തിന് മുൻകാല വീഡിയോകൾ നിങ്ങൾ എടുത്ത് നോക്കുമ്പോഴാണ് അതിൽ സ്ത്രീവിരുദ്ധമായ വിദ്യാർത്ഥികളുടെ മുന്നിൽ പറയാൻ കഴിയാത്ത അതാ ഈ ഒരു ചർച്ചയുടെ ഫ്ലോറിൽ നിന്ന് റാഷിദ് വിവരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പരാമർശങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിൽ വരുന്നത്. അത് വീണ്ടും നിയമ നടപടികളിലേക്ക് പോകുന്നത്, പരാതികളാവുന്നത്. ഇത് പ്രാഥമികമായി പരിശോധിക്കേണ്ടത് ആരാണ് റാഷിദ്? ഇവിടുത്തെ സൈബർ സംവിധാനങ്ങൾ, ഇവിടുത്തെ പോലീസ്, ഇവരൊക്കെയല്ലേ ഇത് ചെയ്യേണ്ടത്? ശരിയാണ്, രാഷ്ട്രീയ പാർട്ടികൾക്ക്, നിങ്ങളുടേതടക്കമുള്ള യുവജന സംഘടനകൾക്ക് അതുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട്. അതിനപ്പുറത്ത് നിയമപരമായ ഉത്തരവാദിത്തമുള്ളവർ ഇത് ചെയ്യുന്നില്ല എന്നുള്ളത് കൂടിയില്ലേ? ഇല്ല മാധു, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ എൻ്റെ സുഹൃത്തുക്കളും മാധുവും പറഞ്ഞു, നമുക്ക് ചോദ്യപേപ്പർ ചോർച്ച എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ ഒരു വിഷയം നടക്കുമ്പോൾ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സംവിധാനം ഒന്നടങ്കം മോശമാണെന്ന് നമുക്ക് പറയാൻ സാധ്യമാകില്ല. കാരണം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സംവിധാനം ഈ രാജ്യത്ത് തന്നെ മാതൃകയാണ്. അപ്പോൾ ഇത്തരമൊരു വിഷയം വരുമ്പോഴേക്കും ഇത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതാണ് AIYFന്റെ ഒരു ലക്ഷ്യം. അതിന്റെ ഭാഗമായിട്ടാണ് പരാതി കൊടുത്തതും. പരാതിക്ക് പിന്നാലെ നമ്മൾ പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സർക്കാർ ശക്തമായി അതിന് നടപടിയെടുക്കുമെന്ന് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്നിട്ട് പോലും പരാതി കൊടുത്തത്. അത് കൃത്യമായി മനസ്സിലാക്കണം. നേരത്തെ മാധു സൂചിപ്പിച്ചു ഈ ലിങ്കുകൾ ഡിലീറ്റ് ചെയ്ത് പോകുന്നുണ്ടെന്ന്. ഒരിക്കലുമില്ല. ഞാനത് CIയോടും SIയോടും കൃത്യമായി സംസാരിച്ചിട്ടുണ്ട്. സാറ്, ഈ ലിങ്കുകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ട കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് അത് റിക്കവർ ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ച് പേടിക്കേണ്ടതില്ല, വളരെ വേഗത്തിൽ തന്നെ അവർ സംവിധാനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്, അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. വൈകുന്നേരമാണ് ഈ പരാതി കൊടുത്തത്. മന്ത്രി സജി ചെറിയാന്റെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട പ്രസംഗം കേരളത്തിലുള്ള എല്ലാ മാധ്യമങ്ങളുടെയും പക്കലുണ്ട്. അത് കേരളത്തിൽ ഈ പറയുന്ന പരിപാടി സംഘടിപ്പിച്ച ആളുകൾ തന്നെ അത് ലൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോ അത്തരമൊരു വിഷ്വല് പരിശോധനയ്ക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ ആളുകളാണ് നമ്മുടെ പോലീസുകാർ. ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫ് അവിടെ നിന്ന് യൂത്ത് കോൺഗ്രസുകാരെ വഴിയിലിറങ്ങി മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് ഞങ്ങളുടെ എല്ലാം പക്കലുണ്ട്. പരിശോധനയ്ക്ക് കിട്ടിയില്ല എന്ന് ആദ്യഘട്ടത്തിൽ പറയുകയും പിന്നീട് അതിനെ ഫോറൻസിക് പരിശോധന കിട്ടുന്നതിന് മുൻപ് ആ ക്ലീൻ ചിറ്റ് നൽകുകയും ചെയ്ത പോലീസാണ്. ഈ പറയുന്ന പോലീസാണ് അന്വേഷിക്കുമെന്ന് പറയുന്നത്. റാഷിദിന് ആത്മവിശ്വാസം ഉണ്ടായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് അത്ര പോരാ. ഇല്ല, തീർച്ചയായിട്ടും ഒരിക്കലും സാധ്യമല്ല. കാരണം നമ്മൾ ജീവിക്കുന്ന യുഗം ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് റിക്കവർ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നവരാണ്. ഇല്ല, അത് പോലീസിന്റെ ഭാഗത്ത് സർക്കാർ നടപടിയെടുക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾ പൂർണ്ണ വിശ്വാസമുണ്ട്. പൂർണ്ണമായി ഇതിന്റെ പിന്നാലെ തന്നെ ഞങ്ങൾ നാളെ ഇതിനെ ശക്തമായ സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അത് പോലീസിനെ കൊണ്ട് അത് നിർബന്ധമായും നമ്മൾ ചെയ്യിപ്പിക്കും. സർക്കാരിൽ അതിൽ സമ്മർദ്ദം ചെലുത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ശരി. അല്ല, ഞാൻ റാഷിദിനോട് ചോദിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന പരിശോധന നിങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധത കൊണ്ട് നടത്തിയ പരിശോധന സ്വാഭാവികമായി ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നിയമ സംവിധാനത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണ്ടേ? തീർച്ചയായിട്ടും അത് പരിശോധിക്കുന്നുണ്ടെന്നാണ് ഇന്ന് വൈകുന്നേരം ഞാൻ ഇങ്ങോട്ട് ഈ മാതൃഭൂമിന്റെ ഫ്ലോറിലേക്ക് വരുന്നതിന് മുമ്പും എനിക്ക് കിട്ടിയ വിവരം. വളരെ കൃത്യമായ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഒരു കാര്യം, ഞാൻ ഈ സൂചിപ്പിച്ച കാര്യങ്ങൾ ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ചർച്ചയിലുടനീളം വന്നിട്ടില്ലായിരുന്നു. ഇത് വന്നത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ വിഷയങ്ങൾ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതുകൊണ്ട് അന്വേഷിക്കാനുള്ള സമയം നമുക്ക് കൊടുക്കാവുന്നതാണ്. ഏതായിരുന്നാലും നമ്മളെ ലക്ഷ്യം AIYFനെ സംബന്ധിച്ചിടത്തോളം ഇതിനെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാവുക എന്നതാണ്. ചോദ്യപേപ്പർ ചോർച്ചയെക്കുറിച്ച് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചു. ഞങ്ങൾ ഇതിന്റെ പിന്നാലെ ഉണ്ടാകും. ഇതിനെതിരെ നടപടി സ്വീകരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്നാണ് എന്റെ സുഹൃത്ത് MSFന്റെ സുഹൃത്തിനോട് കൂടി പറയാനുള്ളത്. ശരി.